ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പെസിയ വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാനൊരു പുതിയ വെറൈറ്റി പാസ്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെന്നെ ടൊമാറ്റോ ഇൻ സോസ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ പാസ്ത എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. പെന്നെ പാസ്ത 3 കപ്പ്, സോസേജ് ചെറുതായി അരിഞ്ഞത് 3 കപ്പ്, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 300 ഗ്രാം, മീഡിയം ഒനിയൻ സ്ലൈസ് ചെയ്ത് 2 എണ്ണം, ചെദർ ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് ഒരു 12 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 4 ടേബിൾ സ്പൂണ്, ബ്ലാക്ക് പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂണ്, തൈവ് 1/2 ടേബിൾ സ്പൂണ്, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂണ്, ബട്ടർ 2 ടേബിൾ സ്പൂണ്, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂണ്. പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും കെച്ചപ്പ് ആഡ് ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് പാസ്ത ആവശ്യത്തിന് വെള്ളവും 1 ടേബിൾ സ്പൂൺ ഓയിൽ 1/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഊറ്റിക്കളഞ്ഞൊരു സൈഡിൽ മാറ്റി വെക്കാം. പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗവിൽ പാത്രം വെച്ച് ചൂടാക്കാം. ചൂടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്യാം. ഇതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സോസേജ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിം തന്നെ വെച്ചോളൂ. 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാസ്ത ആഡ് ചെയ്യണം. പിന്നെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഇതിലേക്ക് തൈമ് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പാസ്തയിൽ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് മിക്കവാറും ആഡ് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ പാസ്തക്ക് ഇവിടെ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 4-5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെന്നെ ടൊമാറ്റോ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു പാസ്തയാണിത്. ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസുകളൊക്കെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ താഹിർ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ.